ഹലോ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. നമ്മൾ മൂന്നാർ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. കുറേ കാലം ആയതുകൊണ്ട് തന്നെ പല വീഡിയോസും ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് വീഡിയോ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ സാരഥി. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടാണ് പോയിട്ടുള്ളത്. 3 കുട്ടീസ് ഉണ്ടായിരുന്നു. ഇത് ചേട്ടൻ്റെ ഫ്രണ്ടും വൈഫും കുട്ടികളുമാണ്. അവർ ട്വിൻസാണ്. ഇതെൻ്റെ ഹസ്ബൻഡും ഞാനും കുട്ടിയാണ്. ചീയപ്പാറ വാട്ടർഫോൾസാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് ആദ്യം പോയത്. എന്നിട്ട് മൂന്നാർ വന്നിട്ട് നമ്മളൊരു പാർക്കിലോട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ കുട്ടികൾക്കും വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പം നല്ലതാണെന്ന് തോന്നി. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട്. പിന്നെ 3D ഫോട്ടോസും ഇതുപോലെയുള്ള തലതിരിഞ്ഞ റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം, എക്സ്പ്ലോർ ചെയ്യാം. പിന്നീട് വലിയവർക്കുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു. അതിലേറ്റവും ഫണ്ണായിട്ട് തോന്നിയത് ഇതാണ്. ചേട്ടൻ ഇങ്ങനെ ഇതിൽ കയറിയിട്ട് ആദ്യമൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ കറങ്ങിപ്പോയി. അവസാനം അതെങ്ങനെയെങ്കിലുമൊക്കെ തള്ളിയിടാൻ നോക്കും. കുറേ നേരം കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ നിന്നും ഒരുപാട് സമയം ചേട്ടനകത്ത് കറങ്ങി. പിന്നെ ലാസ്റ്റ് അത് തള്ളിയിട്ടു. അതൊരു നല്ലൊരു ഫണ്ണായിട്ട് തോന്നി. പിന്നെ വേറെ ആരും അതിനകത്ത് കയറാൻ ധൈര്യപ്പെട്ടില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു, എന്തായാലും വന്നില്ലേ, ഞാൻ എന്തായാലും കയറി നോക്കാം എന്നുള്ളൊരു രീതിയിൽ. ആൾക്ക് ഇഷ്ടപ്പെട്ട റൈഡായതുകൊണ്ട് ആൾ കയറി. തിരിച്ചു വന്നപ്പോൾ ആകെ തല ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തല ഇറങ്ങി. ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് ലാഗാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നല്ല സ്പീഡിലാണത് കറങ്ങിയിട്ടുള്ളത്. നല്ലൊരു റൈഡായിരുന്നു ഇത് കേട്ടോ. പിന്നെ വേറൊരു റൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലൂടെ ഇങ്ങനെ പോകുന്ന റൈഡാണ്. അപ്പോൾ അത് എന്താ അതിൻ്റെ പേര്, അപ്പോൾ അതിലിങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ പോവാം. ആ റൈഡാണത്. അത് നല്ല റൈഡാണ്. അപ്പോൾ അതിൽ 2 പേരും കയറിയിട്ടുണ്ടായിരുന്നു. ചേട്ടനും മറ്റേ ചേട്ടനും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ നടന്നില്ല. പിന്നീട് നമ്മൾ വേറെ ഹോട്ടലിൽ പോയി സ്റ്റേ ആണ് ചെയ്തത്. വീഡിയോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല, ഒരുപാട് നാളായതുകൊണ്ട്. ഇത് എക്കോ പോയിൻ്റാണ്. ചുമോൻ്റെ ഒരു ക്ലോസപ്പ് ചിരിയാണ്. അപ്പോൾ ഇതാണ് 3D ഫോട്ടോ ഞാൻ പറഞ്ഞത്. ചേട്ടൻ അവിടെ എല്ലാം പോയി നല്ലതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുട്ടികൾക്കുള്ള കുഞ്ഞു റൈഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇച്ചു ആണെങ്കിൽ ഇങ്ങനെയുള്ള റൈഡ്സിലൊന്നും അധികം കയറിയിട്ടില്ല. അന്ന് കുട്ടിയായിരുന്നു. സ്ലൈഡിലൊന്നും അങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞായിരുന്നതുകൊണ്ട് 2 വയസ്സ് എന്തോ ഉണ്ടായപ്പോഴാണ് നമ്മൾ മൂന്നാറിൽ ട്രിപ്പ് പോകുന്നത്. അപ്പം ആൾക്കത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം സ്ലൈഡിലൊക്കെ കയറാനും ഒക്കെ ആൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ ഒരുപാട് റൈഡ്സ് കുട്ടികൾക്കുണ്ടായിരുന്നു. അവർ 3 നാളും നല്ലതുപോലെ അതൊക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു ട്രിപ്പായിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കെല്ലാം. ചുമോനും ഒരുപാട് ഹാപ്പിയായി. എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട് 2 പേരും തമ്മിൽ. പിന്നീട് നമ്മൾ ആനയുടെ മുകളിലൊക്കെ കയറാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻട്രിയുടെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബസ് വരും. അപ്പോൾ ആ ബസ്സിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാണിത് മൊത്തം. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങൾ മൊത്തം കണ്ട് റൗണ്ട് ചുറ്റി നമ്മൾ മലയുടെ മുകളിലെത്തിയിട്ട് കുറച്ച് ദൂരം നടക്കണം. അങ്ങനെ നടന്ന് നമ്മൾ കുറേ നടന്നിട്ടാണ് വരയാടുകളെ കാണുന്നത്. വരയാട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വരയുള്ള ആടാണെന്ന്. പക്ഷെ അല്ല. വരയാടുകൾക്ക് എന്താണ് മലമുകളിൽ താമസിക്കുന്ന ആട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്.
ആടേന്നൊക്കെ വിളിച്ചിട്ട് രണ്ടാളും അവിടെ നിൽക്കുകയായിരുന്നു. ഇച്ചു അടുത്തോട്ടൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവരുടെ അടുത്തുകൂടെ ഇങ്ങനെ നടക്കാം. വരയാടുകൾ നമ്മുടെ അടുത്ത് വന്ന് നടക്കും. അപ്പം അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടംപോലെ വരയാടുണ്ട്. നമ്മളും കയറി മുകളിൽ ചെന്നതിന് ശേഷമാണ് വരയാടുകളെ കാണുന്നത്. എന്നിട്ട് നമ്മൾ വണ്ടിയിൽ തിരിച്ച് നമ്മളെ അവിടെ നിന്ന് താഴെ എത്തിക്കും. താഴെ എത്തിച്ചപ്പോഴുണ്ടല്ലോ ഈ വരയാടുകളെല്ലാം താഴെ നിൽക്കുന്നു. നമ്മൾ കയറി വരയാടൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഒരുപാട് വിഷമിച്ച് അങ്ങ് മലയുടെ മുകളിലെത്തിയപ്പോഴാണ് നമ്മളൊരാടിനെ കണ്ടത്. പിന്നെ ഇഷ്ടംപോലെ ആടിനെ കണ്ടു. ഇത് തേയിലത്തോട്ടമാണ് കേട്ടോ. അങ്ങനെ ആടുകളൊക്കെ കണ്ടിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറൊരിടത്തെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. നല്ല ഡാൻസാണ്. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞായിരുന്നു. പക്ഷേ ഇച്ചു ആകെ ചെറുതായത് കാരണം അവനാകെപ്പാടെ വഴക്കാക്കി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ 3 ദിവസത്തെ ഒരു ട്രിപ്പാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഉൾപ്പെടെ 3 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ നല്ലതുപോലെ എൻജോയ് ചെയ്ത് ആണ് തിരിച്ചു വന്നത്. അപ്പോൾ ക്യാമ്പ് ഫയർ നമുക്ക് പറ്റിയില്ല. ബാക്കിയെല്ലാം നമുക്ക് സെറ്റായി. ഇച്ചുവിൻ്റെ നിർബന്ധം കാരണം നല്ല കരച്ചിലായി ആൾ. ആകെ 2 വയസ്സെന്തോ ഉണ്ടായിരുന്നുള്ളൂ അവനപ്പോൾ അവനാകെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു. പിന്നീട് നമ്മൾ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്.